ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി വടയാണ്. അത് ഞാൻ ഈ ഒരു വട ഉണ്ടാക്കിയിരിക്കുന്നത് കപ്പ ഉപയോഗിച്ചാണ്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഈ ഒരു വട നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു വട എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പൊ ഞാനിവിടെ ഏകദേശം 700 ഗ്രാമോളം കപ്പ എടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോ നാട്ടിൽ ഇതിന് പൂളക്കിഴങ്ങ്, കൊള്ളി എന്നൊക്കെ പറയും. അപ്പൊ നമുക്ക് കപ്പ എന്നുള്ളത് ഏകദേശം എല്ലാ ഭാഗത്തും ഉപയോഗിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ ഏത് നാട്ടിൽ നിന്നാണ് കാണുന്നതും അവരെന്താണ് ഇതിന് പേര് പറയാ എന്നുള്ളതൊക്കെ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് ആദ്യം വൃത്തിയാക്കി എടുക്കാം. അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് കഴുകി എടുത്തിട്ട് വരാം. അപ്പൊ ഞാനിത് അതുപോലെ ഒന്ന് കഴുകി നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പൊ ഒരുപാട് ചെറിയ പീസായിട്ടല്ല, ഈ ഒരു രീതിക്കാണ് ഞാനിപ്പോ ഇതൊന്ന് പുഴുങ്ങിയെടുക്കാൻ പോകുന്നത്. നമ്മളിതൊന്ന് ഉടച്ചെടുക്കണം. അപ്പൊ അതിന്റെ ആ ഒരു സൈസിൽ എങ്ങനെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റുമോ ആ ഒരു രീതിക്ക് ഇതൊന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടണിന്റെ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. ആ സബ്സ്ക്രൈബ് ബട്ടണിന്റെ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടണിൽ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് എപ്പോഴാണ് വരുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നോളാം. ഇപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ കപ്പേനൊക്കെ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോ നമ്മുടെ ഈ ഒരു കപ്പ പീസസ് ഒക്കെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കപ്പയൊക്കെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചെടുക്കാം. അപ്പോൾ കപ്പ ഓരോ കപ്പയ്ക്കും ഓരോ വേവാണ്. ഞാനിപ്പോ ഏകദേശം ഒരു 3 വിസിലോളം അടിച്ച് കുറച്ച് സ്ലോ ഫ്ലെയിമിൽ ഇട്ടെടുത്തപ്പോൾ കപ്പ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഒരു സവാള അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കറിവേപ്പിന്റെ ഇലയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി വേണം. അപ്പൊ പച്ചമുളക് ഒരു 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു കപ്പേന്റെ ഈ ഒരു നടുഭാഗത്ത് ഒരു നാര് പോലെ ഉണ്ടാവുമല്ലോ, അതൊന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചെറിയ പീസായി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരികയാണെങ്കിൽ അധികം വെള്ളം ഇല്ലാണ്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളത്തോട് കൂടിയിട്ട് നമുക്ക് എടുക്കരുത്. വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ച ശേഷം ഇതുപോലെ അതിന്റെ നാരൊന്ന് റിമൂവ് ചെയ്യുക. നടുഭാഗത്തുള്ള നാര് നമുക്ക് വെന്ത് വരുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് വേറിട്ടെടുക്കാൻ കഴിയും. എന്നിട്ട് അതുപോലെ ഒന്ന് ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ വട ഈ കപ്പ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ താഴെ കമന്റ് ചെയ്യണേ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് ആണ്, എല്ലാവർക്കും ഇഷ്ടാവും. അത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യണേ. നന്നായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. നല്ല വെന്ത് വന്ന കപ്പയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉടഞ്ഞു കിട്ടും. ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഇനി നമ്മൾ ആ ഉടച്ചു വെച്ച കപ്പയിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരുന്ന സവാള, ഇപ്പൊ ഏകദേശം ഒരു വലിയ സവാള അരിഞ്ഞതും അതിന്റെ കൂടെ തന്നെ പച്ചമുളകും മല്ലിയിലയും കറിവേപ്പിന്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇങ്ങനെ റോ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടിയാണ് വേണ്ടത്. അപ്പൊ ഒരു 3 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കപ്പയും അതുപോലെ തന്നെ അരിപ്പൊടിയും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഈ ഒരു അരിപ്പൊടിക്കും അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഒരു 1/2 ടീസ്പൂൺ കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കപ്പ വേവിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ അരിപ്പൊടിയിലേക്കും ആ ഉള്ളിയിലേക്കും ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ആ ഒരു ഉള്ളിയിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നോളൂ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി.
അപ്പൊ വീഡിയോസ് മറക്കാണ്ട് ലൈക്ക് ചെയ്ത് പോവുക, കാരണം എല്ലാവരും കണ്ടുപോകുന്നുണ്ട് പക്ഷെ ലൈക്ക് ചെയ്യുന്നില്ല. അപ്പൊ മറക്കാതെ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇത് അതുപോലെ ഒന്ന് ഈ ബോൾ ഷേപ്പിൽ എടുക്കുക. കുറച്ച് വലുപ്പത്തിൽ തന്നെ എടുത്തിട്ട് നമ്മൾ ഈ ഉഴുന്നുവടയൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു വലുപ്പത്തിലാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് അതിന്റെ നടുഭാഗത്ത് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. അതിപ്പോ ഇങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഇതുപോലെ പരത്തി എടുത്തിട്ട് ഇട്ട് കൊടുത്താലും മതി, ഇല്ലെങ്കിൽ ചെറിയ ബോൾസ് ആക്കി ഉണ്ടാക്കാം. നമ്മളൊരു വടയാണല്ലോ ആദ്യം ഉണ്ടാക്കുന്ന പറഞ്ഞത്, അപ്പൊ ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മളൊരു ഉഴുന്ന് വടന്റെ രീതിക്ക് നടുവിൽ ചെറിയ ഹോൾ ഉണ്ടാക്കി ഈ ഒരു വട ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ഓൾറെഡി വെന്ത കപ്പ ആയതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യും വേണം, എന്നാലേ നിങ്ങൾ ആരൊക്കെ ഉണ്ടാക്കിയെന്ന് അറിയുള്ളൂ. അപ്പൊ എന്തായാലും താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ കപ്പവട ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. അപ്പൊ ഞാൻ എല്ലാതും ഇതുപോലെ ഇങ്ങനെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നല്ല ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് വെച്ച് രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കപ്പവട റെഡിയാവും. എപ്പോഴും നമ്മൾ ഫ്രൈ ചെയ്യണ എന്തും ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് പിന്നെ ഒരു 2-3 മിനിറ്റിന് ശേഷം ഒന്ന് മീഡിയം ടു സ്ലോ ഫ്ലെയിമിൽ ആക്കിയ ശേഷം മാത്രം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഉൾഭാഗം വെന്ത് വരില്ല. അപ്പൊ നമ്മുടെ കപ്പവട റെഡി ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പൊ ഒരുപാട് ലാഗ് ആവണ്ട വെച്ചിട്ട് ഞാൻ വീഡിയോ കുറച്ചൊന്ന് ചെറുതാക്കിയതാണ്. തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കിട്ടിക്കോളും. അതുപോലെ തന്നെ ഓൾറെഡി നമ്മുടെ കപ്പ വെന്തതാണ്, അപ്പൊ അതുകൊണ്ട് ഒരുപാട് നേരം ഇങ്ങനെ വെക്കണം എന്നൊന്നുമില്ല. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 3-4 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ തന്നെ നമ്മുടെ വടയൊക്കെ കളറ് ചേഞ്ച് ആയി വന്നോളും. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. കുട്ടികൾക്ക് വൈകുന്നേരം സ്നാക്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഒരു ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അവർക്ക് ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ളതുമാണ്. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം ക്രിസ്പിയാണ് എന്നുള്ളത്. എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ട് കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ അധികം ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പൊ ഇത് പൊട്ടിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ. മുകൾ ഭാഗത്ത് ക്രിസ്പിയും ഉൾഭാഗത്ത് നല്ല സോഫ്റ്റും ആയിട്ടുണ്ടായിരുന്നു. മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും അതുപോലെ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പൊ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.